കണ്ണന് ഗോപികമാരെന്ന പോലെ അനവധി കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു. മുരളി കൃഷ്ണന്. ഈ പ്രോഗ്രാം താങ്കളുടെ ഭാര്യ കാണുന്നുണ്ടെങ്കിൽ അവരും ആസ്വദിക്കട്ടെ ഈ തമാശ, അല്ലെ? തീർച്ചയായും. താങ്കളുടെ പ്രോഗ്രാമിന്റെ പേര് തന്നെ ഷോ ദ സ്പിരിറ്റ് എന്നാണല്ലോ. എല്ലാം സ്പോർട്ടീവ് സ്പിരിറ്റിൽ എടുക്കാൻ അവൾക്ക് കഴിയും. അതാണ് ഒരർത്ഥത്തിൽ എന്റെ ഉയർച്ചയുടെ രഹസ്യവും. ഗുഡ്. ഉയർച്ച എന്നൊരു വാക്ക് താങ്കൾ ഉപയോഗിച്ചു. അതിനോട് ചേർന്ന് തന്നെ ചോദിക്കട്ടെ, എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്ന ഉയർച്ച? ആദ്യത്തെ ഊഴത്തിൽ തന്നെ MLA ആയി, അപ്രതീക്ഷിതമായ മന്ത്രി പദവി, അതും ടൂറിസവും സാംസ്കാരികവും. ഈ സ്ഥാനമാനങ്ങൾ ലക്ഷ്യം വെച്ച് നടത്തിയ യാത്ര ഫലപ്രാപ്തിയിലെത്തി എന്നതാണോ ഉയർച്ച കൊണ്ടുദ്ദേശിക്കുന്നത്? അല്ലല്ല, അങ്ങനെയല്ല. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ പറഞ്ഞ പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങി ഇപ്പോൾ ഈ നിമിഷം താങ്കളുടെ മുന്നിലിരിക്കുന്നതുവരെയുള്ള യാത്രയിൽ ഞാൻ പാലിച്ച സംശുദ്ധത, അതിനെയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഉയർച്ച എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിനുള്ള ആ സംശുദ്ധമായ കർമ്മപദത്തിലെ യാത്രയ്ക്ക് കിട്ടിയ അംഗീകാരങ്ങൾ മാത്രമാണ് ഈ സ്ഥാനലബ്ധി, അല്ലേ? പിന്നല്ലാതെ. അഭിനന്ദനങ്ങൾ ശ്രീ മുരളീകൃഷ്ണൻ. താങ്ക് യു. നായാടിയുടെ കൺമുനയിലെ ജാഗ്രത, കണ്ണീര് കൊണ്ട് പാദസേവ ചെയ്യാൻ തടസ്സമാവാത്ത എങ്ങനെയും വളയുന്ന നട്ടല്, സ്വന്തം രക്ഷകനെ തിരിച്ചറിഞ്ഞ് അവന്റെ നിഴലിൽ ചവിട്ടി നിൽക്കാനുള്ള മിടുക്ക്, പടക്കളമാകെ ചിതറുമ്പോഴും അവന്റെ ഗ്രൂപ്പ് യുദ്ധം ജയിക്കുന്ന കാലത്തിന്മേലുള്ള ആത്മവിശ്വാസത്തിൽ ഉറച്ച് അവന് താങ്ങായി നിൽക്കാനുള്ള കൗടില്യ ബുദ്ധി, വിലപേശാനുള്ള ചന്തമെടുക്ക്, എന്തിനേയും വിലയിട്ട് വാങ്ങാൻ പോകുന്ന മടിശീല, ആരെ കൊന്നിട്ടായാലും അത് ഭദ്രമായി സൂക്ഷിക്കാനുള്ള സാമ്പത്തിക ശാസ്ത്ര നൈപുണ്യം, ഈ മഹത് ഗുണങ്ങളുള്ള അനവധി പേരോട് പോരടിച്ച് ഇന്ന് ഈ കസേരയിൽ വന്നിരിക്കാൻ കഴിഞ്ഞെങ്കിൽ താങ്കൾ വിജയിയാണ്, ഉയരങ്ങൾ തേടിപ്പോകുന്ന ആരോഹകൻ. വീണ്ടും അഭിനന്ദനങ്ങൾ മിസ്റ്റർ മുരളീകൃഷ്ണൻ. ഇത്ര നിരീക്ഷില്ല. സ്തോത്രം.